ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു സീരിയൽ നടനായ സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ വിയോഗ വാർത്ത മലയാളികൾ ഏറെ വേദനയോടുകൂടി അറിഞ്ഞത്. ആ അമ്മയ്ക്ക് ഒരേ ഒരു മകനായിരുന്നു സിദ്ധാർത്ഥ്. എല്ലാ പ്രതീക്ഷകളിലും സിദ്ധാർത്ഥ് മാത്രമല്ല അസുഖമെല്ലാം ഭേദമായി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ അമ്മയും കുടുംബാംഗങ്ങളും ഒക്കെ. ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് അദ്ദേഹം ഒരു നല്ല നടനായതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ചും കസ്തൂരിമാനിൽ അഭിനയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും കസ്തൂരിമാനിലെ സിദ്ധു എന്ന് തന്നെയാണ് നടന്റെ ഐഡന്റിറ്റി. ഏത് വാർത്തയാണോ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചത് ആ വാർത്തയാണ് ഇന്ന് ഞാൻ കേട്ടതെന്ന് വേദനയോടുകൂടിയാണ് സീമാജി നായർ അടക്കമുള്ളവർ പറഞ്ഞത്. മാത്രമല്ല സിദ്ധാർത്ഥിന് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും സാധിക്കാതെയാണ് സിദ്ധാർത്ഥിന്റെ മടക്കം. അതിൽ പ്രധാനമായും എങ്ങനെയെങ്കിലും ഒരു സിനിമയിലെങ്കിലും അവസരം ലഭിക്കണമെന്ന്. സീരിയൽ മാത്രമായി ഒതുങ്ങിക്കൂടാൻ സിദ്ധാർത്ഥ് ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. മാത്രമല്ല ഒരു വിവാഹം കഴിക്കണമെന്നും വളരെയധികം സ്വപ്നമുണ്ടായിരുന്നു. ആദ്യം കരിയർ സെറ്റ് ചെയ്യുക എന്നതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എന്തായാലും താൻ പ്രണയിച്ച് തന്നെയായിരിക്കും വിവാഹം കഴിക്കുന്നത് എന്ന് ഉറച്ച തീരുമാനം കൂടെ എടുത്ത വ്യക്തിയാണ് സിദ്ധാർത്ഥ്. മാത്രമല്ല താമസിയാതെ തന്നെ താൻ എൻ്റെ പ്രണയിനിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിന്. അത് പലപ്പോഴും സഹപ്രവർത്തകരോട് പറയുകയും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും ബാക്കി വെച്ചാണ് ആ അമ്മയും തനിച്ചാക്കി സിദ്ധാർത്ഥ് വേണുഗോപാൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരുപാട് പേർക്കാണ് ഇപ്പോഴും ആ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.